ഹലോ. സത്യേട്ടാ. ആ അല്ല, നിങ്ങളെ വെള്ളം തേച്ചു അന്റെ ഇലല്ലേ വന്നിട്ട് വീണ്. ഏ ഇത് പറയുന്ന നീ രാവിലെ വിളിച്ചിന് അന്റെ വെള്ളം തേച്ച് മാറ്റി നിന്റെ ഒരു വീഴുന്ന ആ അതെങ്ങനെയാടോ ശരിയാവുക? അന്റെ വെള്ളം എങ്ങനെ നിന്റെ അടുത്തണ്ടേ? പിന്നെ ഇന്ന് രാവിലെ നോക്കുമ്പോ തേച്ചും വെള്ളം. അത് ശരി, അത് നീ വേറെന്തെങ്കിലും കൊണ്ടായിരിക്കൂ. ഞാനിവിടെ ഉള്ളതിൻ്റെ അകത്ത് തന്നെ ഞാൻ മര്യാദക്ക് വെള്ളം വിടുന്നില്ല. ഞാനിങ്ങനെ ഓർക്കത്ത് വന്നിട്ട് വിടാനാ? അല്ല, പിന്നെ എങ്ങനെയാ എന്റെ ഇതിന്റെ അകത്ത് വന്നിട്ട് വെള്ളം വീണ്? നിന്റെ അകത്ത് വെള്ളമായിട്ടുണ്ടെങ്കിൽ നീ നിന്റെ കെട്ടിയോണ്ടേനോ അവനോട് ചോദിച്ചു നോക്ക് എങ്ങനെയാ വെള്ളം വന്നേന്ന്. അല്ല, കെട്ടിയോട് ചോദിച്ചിട്ട് എന്താ കാര്യോ വെള്ളം വീണേന്? പിന്നെ നീ എന്നോട് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് കുറച്ച് ദിവസമായി. അല്ല, പിന്നെ എങ്ങനെയാ വെള്ളം വന്നേ? നീ എന്ത് വെള്ളം വന്നെയാ പറയുന്നത്? ഞാൻ എന്നോടൊപ്പം വെള്ളം വിടാൻ ചോദിച്ചിട്ട് നീ ഇപ്പൊ കണക്ക് വെള്ളം വിടാൻ തന്നിനാ? ഇല്ലല്ലോ. പിന്നെ എന്ത് വെള്ളം വിട്ടിയാ നീ പറയും? അല്ല, ഇന്നലെ എങ്ങനെയാ വെള്ളം വന്നേന്ന് ചോദിച്ചേ. ഇന്നലെ വെള്ളം വന്ന് ഏടെ വെള്ളം വന്നേ നീ പറയുന്നു ഇപ്പൊ? നിങ്ങൾ പോയി നോക്കിയിട്ടില്ല രാവിലെ? പോയി നോക്കാനാ വെള്ളം വന്നയാ? വെള്ളം വന്ന എനിക്ക് ഇവിടുന്ന് അങ്ങ് നോക്കിയാ പോരെ, പിന്നീട് പോയിട്ട് നോക്കണ്ടേ? ആട് നോക്കിയാ നിങ്ങൾ എവിടെ കാണണ്ട്? നീ ഏടെ വെള്ളം വന്ന കാര്യം പറയുന്നു? നിങ്ങൾ പോയിട്ട് നോക്ക് അന്നേരം. ഏടിയാടോ? ഏടിയാന്ന് നിന്റെ അകത്ത് വെള്ളം വന്ന് എനിക്കല്ലേ അറിയാ, ഞാനെന്തറിഞ്ഞ്? അത് നോക്കിയാലല്ലേ കാണൂ. നിങ്ങൾ നോക്കിയാലല്ലേ കാണൂ. ഏടെ പോയിട്ട് നോക്കണ്ടേ? ഞാൻ വന്നിട്ട് പൊന്നിച്ച് നോക്കുവാണ്ടേ? ഏടിയ വെള്ളം വന്നിന് പറയാ? പിന്നെ നിങ്ങൾ പൊന്നിച്ച് നോക്കൊന്നും വേണ്ട. എവിടെയാ? ഞാൻ അതൊന്നുമല്ല പറയും. നിങ്ങൾ ബൈലില്ലേ? അത് ശരി, വയലില് വെള്ളം വന്ന കാര്യ നീ പറയുന്നു? ഇന്നലെ ഏറ്റ മഴക്ക് തേച്ചും വെള്ളം കയറ്റി എന്റെ കണ്ടത്തിലാണ് വെള്ളം വീഴുന്നത്. ഞാൻ വിചാരിച്ചു നിന്റെ ഞാൻ പറയിക്കുന്നില്ല. ഞാൻ പിന്നെ തെളിച്ച് പറയണ്ട മനുഷ്യനോട്. ഇത് വെള്ളം വന്നിട്ട് കണ്ടിട്ടില്ലേ, വെള്ളം നനഞ്ഞിട്ട് കണ്ടിട്ടില്ലേ? ഞാൻ വെച്ച് നിന്റെ ഞാനെപ്പോളി വന്നിട്ട് വെള്ളം വിട്ടില്ല. വളഞ്ഞു വഴിക്ക് പോകുന്നത് ഞാനറിയാം. നീ രാവിലെ വിളിച്ചിട്ട് മറ്റേ അത് എന്റെ വെള്ളം വാങ്ങും, നിങ്ങളെ വെള്ളം തേച്ചു എന്റെ അല്ലേ വന്നതിന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ച് ഞാനെപ്പോളി നിന്റെ അടുത്ത് വന്നിട്ട് വെള്ളം വിട്ടിരുന്നു. നീ എന്തെന്നാ ഈ പറയുന്നതോ? ഞാൻ ഇതൊന്നും വിചാരിച്ചിട്ടല്ലേ നിങ്ങളോട് പറഞ്ഞിനി. എന്നാ പിന്നെ ആദ്യമേ തെളിച്ച് പറയണ്ടേ നിന്റെ മറ്റടുത്ത് ബൈലിൽ വെള്ളം കയറ്റിയിട്ടുണ്ട്? അത് പറയാൻ നിങ്ങൾ വിടണ്ടേ? അത് ശരി. എനിക്ക് പെട്ടെന്ന് നിന്റെ കോള് കണ്ടേരം നിന്റെ വെള്ളത്തിന്റെ കാര്യം നമുക്ക് ഓർമ്മ. എന്നിട്ട് വെള്ളം കയറിയിട്ട് എന്താ വെള്ളം തന്നെയല്ലേ? ഓ അത് ശരി. ഇപ്പൊ നീ അങ്ങോട്ട് ഇത് അന്റെ കത്ത വെള്ളം നിന്റെ ബൈലെങ്കും വന്നല്ലോ. നിങ്ങള് നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? അത് പിന്നെ ഇത് പൊളിച്ചളഞ്ഞിട്ടല്ലേ എന്റെ കണ്ടത്തിൽ തേച്ചും വെള്ളം വരുന്നു. എടോത് ഞാൻ പൊളിച്ചൊന്നുമില്ല, തനിയെ പൊളിച്ചതാ. തട പൊട്ടിയത് ഞാനൊന്നും അല്ലല്ലോ പൊളിച്ചത്. ഞാൻ വയലിൽ പോയിട്ട് ഒരാഴ്ച. എന്നേരാ നീ പറയുന്നു അന്റെ അകത്ത വെള്ളം നിന്റെ അകത്ത് ഉയരുന്നു? നിങ്ങൾ ഇടക്കിടക്ക് പോയിട്ട് നോക്കണ്ടേ? പിന്നെ ഇടക്കിടക്ക് ഞാൻ ഇറക്കുന്നില്ലല്ലോ. അവിടെ ഇപ്പം വലിയ പൈസേന്റെ കൃഷിയല്ലേ നടക്കുന്നു, പുല്ലും കണ്ടുകൊള്ളേന്ന്. ഇതെല്ലാം ഒലിച്ചു പോയി കേട്ടാ. നിന്റെ ഒലിച്ചു പോകണം. മര്യാദക്ക് ചോദിച്ചാൽ തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒലിച്ചു പോകും. ഞാൻ എത്രയായി ഒന്ന് വെള്ളം വിടാൻ വേണ്ടി ചോദിക്കും, നീ ഇപ്പം തന്നാ അതുകൊണ്ടല്ലേ ഇങ്ങനെ വെള്ളം വന്നിട്ട് പോയെ? അല്ല, നിങ്ങളിത് തടം കെട്ടിയത് പൊളിച്ചിട്ടല്ലേ? വെള്ളം സ്പീഡിൽ അങ്ങ് വന്ന് എല്ലാം പോയി. വെള്ളം സ്പീഡിൽ വന്നിട്ട് പടങ്ങ് പോയി. സ്പീഡിൽ വെള്ളം വന്നാൽ അങ്ങ് പോകുന്ന സാധനം അതിന്റെ അതെന്ത് സാധനാടോ? നിങ്ങളത് അത്രക്ക് സ്പീഡിലൊന്നും വരൂ. അത്ര സ്പീഡിലൊന്നും വരൂലല്ലോ, അതിനൊരു കണക്കില്ലേ? അല്ല, അങ്ങനെ വന്നിട്ടായിരിക്കൂലേ ഞാൻ നട്ടതെല്ലാം പോയി, മുളച്ചതും എല്ലാം പോയി. എന്നാ എനിക്ക് മെല്ലെ വെള്ളം വിട്ടേരാ പറ്റുവാ? മെല്ലെ വിട്ടോ നിങ്ങള്. അതൊന്നും നീ പറ, ഞാനിപ്പോ മെല്ലെ വെള്ളം വിടാലോ. ചെറിയ ഒരു ആക്കിയ മതി ഓട്ട. ഇത് ചെറുങ്ങനെ കേറിട്ട് തന്നെ ആക്കിത്തരാം. പറ എപ്പ വരണ്ടേ? നിങ്ങൾക്ക് ഇന്ന് തന്നെ വരാൻ പറ്റുമെങ്കിൽ വന്നിട്ട് ആക്ക്. ഏടെ വരാനാ നീ പറയുന്നു? വീട്ടിൽ വരട്ടെ? വയലില് വരെ അനക്കുന്ന വേറെ പണിയൊന്നുമില്ല. വയലിൽ വന്നിട്ട് എനിക്ക് അവിടെ ഇത് ശരിയാക്കി തേവണ്ടി നീ പോയിട്ടാ. അപ്പൊ നിങ്ങൾ ഇത് മറ്റേ വേറെ എന്തിനോ അല്ലേ പറഞ്ഞല്ലേ? ശോഭ, ഇന്റെ അടുത്ത് ഞാൻ അത്രയായി പറയുന്നു. ഒന്ന് ഇത് കൃഷി ഇറക്കാനോ പറ്റൂല, വെള്ളം വിടാനെങ്കിൽ ഒന്ന് സമ്മതിക്കുന്നു. കൃഷി ഇറക്കിയത് തേച്ചും പോയി. എവിടെയാ പോകാൻ നിൽക്കണ്ടേ?
ആൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യമൊക്കെ തരണം, എന്നാലല്ലേ പോവാണ്ടിക്കൂ. അപ്പൊ നിങ്ങൾ കരുതിക്കുട്ടി ചെയ്തതായത്? ഞാൻ കരുതി കുട്ടി ചെയ്യുന്നതല്ല, ഞാൻ എന്നോട് ചോദിക്കുന്നു വിടാൻ പറ്റുവാ? ആ വെള്ളം വിട്, ചെറുങ്ങനെ വിട്ടാ മതി. പക്ഷെങ്കിൽ ചെറുങ്ങനെ വിടാ, നീ പറ. ഞാൻ പറ്റൂല്ല, എപ്പോ വരണ്ടേ? നിങ്ങള് പിന്നെ വയലിൽ പോണ്ട കാര്യല്ലേ? എല്ലാം വയലും വയലും വെള്ളം വിടണം, ആടിയും വിടണം, നിന്റെ വയലിലും വിടണം. പറ്റുമോ? നിന്റെ വയലിൽ ആദ്യം ഒന്ന് വെള്ളം വിടട്ട്, പറ്റുമോ ഇവിടെ? അല്ല, അതെങ്ങനെയാണ്? ഓ പിന്നെ അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെയാ വെള്ളം വിടണ്ടേന്ന്. ചെറുങ്ങനെ ആണി കയറിയിട്ട്, ആണി കയറണ്ട, ആണിയാടി നല്ല ഈ എൻ്റെ അടുത്തുള്ള തൂമ്പേനെ കൊണ്ട് ഇങ്ങനെ ചുള്ളിട്ട് വെള്ളം വിട്ടോളൂ. പൈപ്പ് വെച്ചാ പോരെ? പൈപ്പ് വെക്കാൻ പിന്നെ നീ അടന്ന് പൈപ്പ് വെച്ചിട്ടാ വെള്ളം വിടുന്നു? ആ പൈപ്പ് തന്നെയാ ഉള്ളേ. പൈപ്പ് ചെറിയ പൈപ്പാ. മതി. ആ എനിക്ക് അറിയാതെ ഒന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് എനിക്ക് വെള്ളം വിടുന്നത്. നീ പറ. അതെങ്ങനെ ശരിയാവും? ആ നീ പറ്റുമെങ്കിൽ ഞാൻ അവിടെ പൈപ്പിന്റെ ഇത് മോട്ടറിൽ അത് വയലിലെ വെള്ളവും വിടാം, നിന്റെ വെള്ളവും വിടാം, രണ്ട് വെള്ളവും ഒരുമിച്ച് വിടാൻ പറ്റും. നീ കാര്യം പറഞ്ഞിട്ട് അല്ലെ പിന്നെ ഞാൻ ചെയ്തു തരൂലേ. ചെയ്തേരൂലേ? ആ വെള്ളം ഇത് മഴ പെയ്തിട്ട് പോകുന്ന വെള്ളം പിന്നെ ഇല്ലെങ്കിൽ ഓട്ട് ഞാൻ വിചാരിച്ചു. അല്ല, നിങ്ങക്ക് പിന്നെ എന്തൊന്ന് ചെയ്തുതരാനാ പറയുന്നു? നിന്റെ വയലിലേക്ക് കുറച്ച് അധികം ഉണ്ട്, ഞാൻ ആ വെള്ളം അങ്ങ് വിട്ടോട്ട്. അത് നിങ്ങൾ വിട്ടോ? പിന്നെയും നോക്ക്, നീ പൊട്ടം കളി കളിക്കല്ലേ. വയലില് വെള്ളം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. സത്യാട്ടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് മനസ്സിലായി. പിന്നെന്താ നീ പറയാതെ? അതങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമോ? ചാടിക്കേരി പറയാൻ പറ്റുന്ന കാര്യ? ഓ പിന്നെ പറ്റൂല. അപ്പൊ മുമ്പ് നിന്റെ കാര്യം നടക്കേണ്ടിട്ട് നീ തേടിയും വിട്ടോ പറഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് ചോദിക്കുമ്പോഴേക്ക് പറ്റില്ല. ഇത് ഇപ്പൊ എങ്ങനെയാണ് പറ്റുക? എന്തിനാണ് പണ്ടത്തെ പോലെ തന്നെ നിന്റെ ആ മുണങ്ങനെ കൊണ്ട് നിന്നെ കൊണ്ട് ഒന്നും നടക്കുമല്ലോ. നിന്റെ തടിയും മണ്ണം വെച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ രാവിലെ തന്നെ വിളിച്ചിട്ട് ആളാ മറ്റേ ഇതാക്കല്ല, ആളെ മൂട് കളയില്ല. മൂട് കളയാ ഞാൻ പറഞ്ഞു. പറ, അങ്ങനെയാണെങ്കിൽ പറ. ഈ മഴ ഒന്ന് ചോർന്നിട്ടാകുമ്പോ തണുപ്പത്ത് നല്ല സുഖമായിരിക്കും വെള്ളം അങ്ങോട്ട് വിടുന്നത്. ഞാനാണെങ്കിൽ ഇവിടെ ഒന്നുണ്ട്, അതിന്റെ ഒന്നിനും കിട്ടൂല. അപ്പൊ നിന്റെ ആകുമ്പോ നല്ല തടിച്ച് ഇങ്ങനെ നിൽക്കുന്നതല്ലേ, കുറച്ച് വെള്ളം തന്നെ നല്ല തണുപ്പത്ത്. എന്താ എപ്പാ വരാൻ തോന്നി എല്ലാം കൂടി അങ്ങനെ ഇതിന്റെ വെള്ളം ഇത് മേലേന്ന് വരുന്ന വെള്ളം നിർത്തണ്ടെങ്കിൽ ഇതേ വഴിയുള്ളൂ. ഇല്ല പിന്നെ ഞാൻ വെള്ളം അങ്ങനെ ഒഴുക്കി വിടും ബോട്ട് നേരിട്ട്. ഒലിച്ചു പോയോ ഇനിയും വരൂലേ അന്നേരം ആദ്യം ഒലിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദ്യം നമുക്ക് ഒലിച്ചു പോകാതെടുത്ത് വെള്ളം വിടാം. എന്താ കൊറേ ചായടോ വിടാണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. നല്ല കൊഴുപ്പുണ്ടാവും, നല്ല കൊഴുത്ത വെള്ളമായിരിക്കും. ചളിവെള്ള എന്നിട്ടാണ് അന്ന് ഭാര്യ വലിച്ചു കുടിച്ചത്. അല്ല നിങ്ങള് പിന്നെ നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് സൗകര്യമുള്ളവരുമ്പോ. നാളെയും മറ്റന്നാളൊന്നും ആക്കണ്ടത്, നമുക്ക് ഇന്ന് തന്നെ അങ്ങ് ആയിക്കളിയാ. നമുക്ക് മൂട് വന്നാൽ അങ്ങ് കളിക്കണം. ഇത് ഞാൻ കുറെ ആയി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എനിക്കറിയാം നീ മഴ പെയ്തെന്ന് വിളിക്കുന്നു കേട്ടോ. ഞാൻ അതിനു വേണ്ടി തന്നെ കാത്തു നിൽക്കുന്നു. ഇന്നാണെങ്കിൽ ഇന്ന് എന്ന് പറയാം, പോരേം ചോദിക്കുക. ഇന്നാണെങ്കിൽ ഇന്ന് പോരേന്നല്ല വേണം. ഇനി ഒറ്റക്ക് വന്നാ മതി വൈല്, ഞാൻ ആരെയും കൂട്ടണ്ട. നീ ഒറ്റക്ക് വന്നാ മതി, പിന്നെ ഓനെയും കൂട്ടി വരണ്ട. എന്നാ പിന്നെ നേരെ ആരും കാണണ്ട, നേരെ ആ പൈപ്പ് മോട്ടറിന്റെ ചെറിയ കെട്ടിടല്ലേ അതിന്റെ അകത്ത് വന്നാ മതി കേട്ടോ. അറിയാലോ. വരുമ്പോ ഒരു തുണിയും കൂടി അങ്ങ് എടുത്തോ. കുട്ടി വാട നടക്കാനാ?
അല്ല വെള്ളം പിന്നെ പുറത്തേക്ക് വലിച്ചു പോകണ്ടല്ലോ, അവിടെ കാർപ്പറ്റ് വെക്കാം. ആ. കളിച്ചു കഴിഞ്ഞിട്ട് ആകുമ്പോൾ ഈ സാധനം പുറത്ത് കൊണ്ടുപോകൂ. ഉം. എന്താ പുറത്ത് പോകുന്നില്ലേ നല്ലേ? അതെയാ? ആ പുറത്താകുമ്പോ പുറത്ത്